വിജിലൻസ് മതിയോ, വിജയാനന്ദ് വേണ്ടേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂരിലേക്കാണ് ആദ്യ ചോദ്യം. അതിനു മുൻപ് എനിക്ക് പറ്റിയൊരു പിശക് തിരുത്തട്ടെ. മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, നേരത്തെ അദ്ദേഹത്തെ ഞാൻ ജേക്കബ് തോമസ് എന്നാണ് പറഞ്ഞത്, ക്ഷമിക്കണം ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ വിജയാനന്ദ് ചീഫ് സെക്രട്ടറി രാജിക്ക് മുതിരുന്നു. വിജയാനന്ദിനെ മറ്റ് IAS ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഇരുത്തി മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നു. ഇത് അസാധാരണമായ ഒരു സാഹചര്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ അസ്വാഭാവികമായ നീക്കം നടത്തി സർക്കാരിനെ വരുതിയിൽ നിർത്താൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ഭരണയന്ത്രത്തിൻ്റെ നിയന്ത്രണമുണ്ട് എന്നതിൻ്റെ മാത്രം പേരിൽ നീങ്ങിയാൽ അവർക്കെതിരെ ഒരു ഭരണാധികാരി എടുക്കേണ്ട കർക്കശമായ സമീപനം എന്ന നിലയിലേ കാണുന്നുള്ളൂ? ഇത് അസാധാരണമെന്നാണ്, അസാധാരണത്തിൽ അസാധാരണമാണ്. അതിനുള്ള കാരണം ചീഫ് സെക്രട്ടറി എന്നുള്ളത് നമ്മുടെ സിവിൽ സർവീസിൻ്റെ ഹെഡാണ്. അങ്ങനെയുള്ള ചീഫ് സെക്രട്ടറി ഒരു നിവേദക സംഘത്തോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കേണ്ടത്. ഇതിനകത്ത് ഈ കാര്യങ്ങൾ ശരിയാണോ, അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വ്യത്യസ്തമായ അഭിപ്രായം എന്താണെന്നുള്ളത് ചീഫ് സെക്രട്ടറി അറിയിക്കണം. കാരണം ചീഫ് സെക്രട്ടറി കോൺഫിഡൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഗവൺമെൻറ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ആ തലത്തിൽ അദ്ദേഹത്തിനൊരു മാന്യത കൊടുത്തില്ല എന്നുള്ളത് വളരെ വളരെ തെറ്റാണ്. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ SM വിജയാനന്ദാണ്. വിജയാനന്ദ് ഒരു സീനിയർ IAS ഓഫീസർ എന്നുള്ളത് മാത്രമല്ല, കേരളം ഒട്ടാകെ എല്ലാ ആളുകളും ഒരുപോലെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഡൽഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജനകീയ ആസൂത്രണത്തിൽ ചെയ്തിട്ടുള്ള നടപടികൾ അറിയാം. ഭരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പ്രത്യേകമാണ്. ഈ കാര്യങ്ങളെല്ലാം ഇരിക്കുന്ന ഒരു ചീഫ് സെക്രട്ടറിയെ അദ്ദേഹത്തെ പരസ്യമായി വിമർശിക്കണമെന്ന് വരികിൽ മുഖ്യമന്ത്രിക്ക് ഇതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ടാകണം. ചീഫ് സെക്രട്ടറി കേവലം ഒരു നിവേദക സംഘത്തോടൊപ്പം വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി അങ്ങനെ പരസ്യമായി പൊട്ടിത്തെറിച്ചതിൻ്റെ കാരണം ഇപ്പോഴും ദുരൂഹമാണ്. കാരണം ഈ ചീഫ് സെക്രട്ടറി ആയിട്ട് കാതലായി എന്തോ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായി ഇത് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ PM മനോജ്, ഇന്ന് മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്ത അനീഷ് ജേക്കബ് റിപ്പോർട്ട് ചെയ്തത് താങ്കളും വായിച്ചു കാണും. അതിൽ തലക്കെട്ട് തന്നെ സൂപ്പർ മുഖ്യമന്ത്രിയാണോ താങ്കളെന്ന് SM വിജയാനന്ദനോട് പിണറായി വിജയൻ ചോദിച്ചു എന്നാണ്. അതിൻ്റെ കാരണം ശ്രീ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടുന്നൊരു ദുരൂഹതയാണ് എങ്കിൽ ആ ദുരൂഹതയും ആ റിപ്പോർട്ടിലുണ്ട് ഉള്ളടക്കമായി. അത് ജേക്കബ് തോമസിൻ്റെ TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുള്ള ആ പീരീഡും അതിൻ്റെ ഭാഗമായി ഉണ്ടായ അന്വേഷണവുമൊക്കെയാണ്. ആ ഘട്ടത്തിൽ ഇതിൻ്റെ പണം തിരിച്ചടച്ചു എന്ന വിശദീകരണമാണ് ജേക്കബ് തോമസ് ഔദ്യോഗികമായി നൽകിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ നിജസ്ഥിതി അതുതന്നെയാണോ എന്നൊരു സംശയം ഉണ്ടാവുകയും അത് നിവർത്തിക്കാൻ വേണ്ടി TKM എഞ്ചിനീയറിംഗ് കോളേജുമായി ചീഫ് സെക്രട്ടറി ബന്ധപ്പെടുകയും ചെയ്തു. അപ്പോൾ ഡ്യൂസ് ഇല്ല എന്ന് മാത്രമാണ് വിശദീകരണം, അതല്ലാതെ പണം തിരിച്ചടച്ചു എന്ന വിശദീകരണമില്ല. സത്യവാങ്മൂലമായി നൽകേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇത്തരമൊരു പരിശോധന അദ്ദേഹം നടത്തിയത് എന്നുമാണ് അതിൻ്റെ നിജസ്ഥിതിയെങ്കിൽ പിന്നെ ഒരു ഇൻ്റലിജൻസ് സംവിധാനം നൽകിയ വിവരം മാത്രം വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലമൊന്നും പരിശോധിക്കാതെ നിങ്ങൾ സൂപ്പർ മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ച് സ്വന്തം നിലയെപ്പറ്റി ആശങ്കാകുലനാകേണ്ട കാര്യമുണ്ടോ പിണറായി വിജയൻ? ഇവിടെ ഇപ്പോൾ മരം പെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ശ്രീ തിരുവഞ്ചൂരും അതുപോലെ തന്നെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വാർത്തയും ഊന്നുന്നത് ശ്രീ SM വിജയാനന്ദ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, അദ്ദേഹം എന്തോ ക്ഷുഭിതനാണ്, അദ്ദേഹം അല്ലാതെ വിഷമിക്കുന്നു, അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് മുഖ്യമന്ത്രി എന്തോ പറഞ്ഞു, അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം രാജിക്കൊരുങ്ങുന്നു. ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞ രാജിക്കൊരുങ്ങിയെന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സംഭവമില്ല. SM വിജയാനന്ദ് ഒരു ഘട്ടത്തിലും രാജിക്കൊരുങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ SM വിജയാനന്ദ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. എല്ലാ IAS ഓഫീസർമാരും അവരവരുടെ ഓഫീസിലുണ്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, അത് കഴിഞ്ഞ് അതിന് മുമ്പ് അവർ നടത്തിയ ചർച്ച, അതോടെ ആ വിഷയം അവിടെ അവസാനിച്ചു.
അത് കഴിഞ്ഞ് പിന്നെ മറ്റതിൻ്റെ സാങ്കേതികമായിട്ട് മറ്റു കാര്യങ്ങളുണ്ടാവും. എന്നാൽ അതിൻ്റെ വൈകാരിക തലവും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക തലവും അവിടെ തന്നെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വിശേഷിച്ച് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് SM വിജയാനന്ദ് ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്തെങ്കിലും പ്രതിഷേധം തനിക്കുണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ താൻ റിവോൾട്ടിന് ഒരുങ്ങുകയാണെന്നോ പറഞ്ഞിട്ടുമില്ല, സൂചിപ്പിച്ചിട്ടുമില്ല. തോമസ് ഐസക് അടക്കമുള്ളവർ അനുനയിപ്പിക്കുവാനുള്ള പുതിയ വേഷവും ഇട്ട് സെക്രട്ടേറിയറ്റിൽ ഇടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. സഖാവ് തോമസ് ഐസക് എന്നല്ല, നമ്മൾ പല മാധ്യമങ്ങളും പലതരത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഒരു മന്ത്രിയും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അനുരഞ്ജന ദൗത്യം ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അത്തരമൊരു അനുരഞ്ജന ദൗത്യത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. SM വിജയാനന്ദിന് ചീഫ് സെക്രട്ടറി ശ്രീ SM വിജയാനന്ദിന് അങ്ങനെ യാതൊരു വികാരവും ഇല്ല അക്കാര്യത്തിൽ. ശരി, ശ്രീ വി മുരളീധരൻ സർവം ഭദ്രമെന്നാണോ? അല്ല, ഈ ഒന്ന് ഇപ്പം മരം പെയ്യുകയാണ് എന്ന് പറയുന്നത് ഞാൻ അതിനെ അംഗീകരിക്കാം ഒരു പരിധിവരെ, അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ വളരെ ഗൗരവമുള്ളൊരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ഒരു അനുരണനങ്ങൾ എന്നുള്ള നിലയിൽ അതിനെ തുടർന്നുള്ള ദിവസങ്ങളുണ്ടാവും. കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ളത് വളരെ അത്യപൂർവമായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ്. കാരണം IAS ഉദ്യോഗസ്ഥന്മാർ കൂട്ട അവധിയെടുക്കുന്നു. IAS ഉദ്യോഗസ്ഥന്മാർ കൂട്ടയവധി എടുക്കാനുള്ള കാരണം ഈ അവരുടെ 1-2 ആൾക്കാരെ കേസിൽപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം കേസിലൊക്കെ പണ്ട് കാലത്തും പെട്ടിട്ടുണ്ട്. അവർ കൂട്ടയവധി എടുക്കുന്ന ഒരു നിലപാടിലേക്ക് എത്താൻ കാരണം മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു ഡയലോഗ് തന്നെ ഭരണ നിർവഹണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഭാഗത്തിന് നഷ്ടപ്പെടുന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ പരസ്യമായിട്ട് ശകാരിച്ചത് ഇന്നലെയാണെങ്കിൽ പോലും ചീഫ് സെക്രട്ടറിയുമായിട്ടൊരു അകൽച്ചയുണ്ട് എന്നുള്ളത് അവരുടെ ഇടയിൽ അറിയും. അപ്പോൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർക്ക് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുമായിട്ട് അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്ക് വലിയ റോളില്ല എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ വന്നിട്ടുണ്ട്. CPI മന്ത്രിമാരൊക്കെ അത് പരസ്യമായിട്ട് അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ അറിയാനും മുഖ്യമന്ത്രിയുമായിട്ട് ഇടപഴകാനുമുള്ള അവസരം നിഷേധിക്കപ്പെടുകയും ഇതിനു മുൻപ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ അവർക്ക് അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവരൊരു കടുത്ത നടപടിയിലേക്ക് നീങ്ങി. ആ കടുത്ത നടപടിയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ എൻ്റെ ഒരു വിലയിരുത്തൽ, മുഖ്യമന്ത്രി ഒരു എന്താ പുലിയുടെ വാലിൽ പിടിച്ച അവസ്ഥയിലാണ്. കാരണം പിടിവിടാനും പറ്റില്ല, എന്നാൽ പിടിച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. കാരണം ജേക്കബ് തോമസിനെ എത്ര കാലം പിന്തുണക്കും ഒരു പ്രശ്നമാണ്. അതേ സമയത്ത് ജേക്കബ് തോമസിനെ ഈ രീതിയിൽ വിട്ടുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിയമനം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങളിലേക്ക് ജേക്കബ് തോമസ് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ജേക്കബ് തോമസിനെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേറെ പ്രശ്നമാവും. അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥതയും പിന്നെ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിൽ പെരുമാറിയിട്ടുള്ള രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് പരസ്യമായിട്ട് ശകാരിച്ചു എന്നുള്ളത് അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. KM എബ്രഹാമിനെയും അദ്ദേഹം പരസ്യമായിട്ട് ശകാരിച്ചു. അപ്പോൾ അതൊരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഭരണ സംവിധാനത്തിലുള്ള നിയന്ത്രണം വേണ്ടത്ര ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അതിൽ നിന്ന് ഉയരുന്നത്. അദ്ദേഹം ദീർഘകാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ഭരണരംഗത്തുള്ള പരിചയം, ആ പരിചയത്തിൻ്റെ ഒരു പോരായ്മയാണോ ഇതിൻ്റെ പിന്നിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് എനിക്ക് സംശയം. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ പിണറായി വിജയൻ ഭരണപരിചയക്കുറവുള്ളയാളാണെന്ന് ശ്രീ വി മുരളീധരൻ പറയുമ്പോൾ അദ്ദേഹം വൈദ്യുതി സഹകരണ മന്ത്രിയായിരുന്ന കാലത്ത് ഇതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം ദീർഘകാലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെറ്റായൊരു സന്ദർഭത്തിലാണ്, ലാവലിനുമായി ബന്ധപ്പെട്ടാണ് അത് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിലും ആ വിഷയം അവിടെയുണ്ട്. വരദാചാരിയോട് തല പരിശോധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വരുന്ന വ്യക്തിയുടെ പ്രകൃതം ഉദ്യോഗസ്ഥ സംവിധാനത്തോട് എങ്ങനെയാണ് എന്ന് ഇതിനു മുൻപ് തന്നെ പിണറായിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ തെളിവുണ്ട്. രണ്ടാമത്തെ കാര്യം, SM വിജയാനന്ദനോടും അതുകൊണ്ട് KM എബ്രഹാമിനോടും മുഖ്യമന്ത്രിയും കൂടുതൽ കരുത്തനുമായ പിണറായി അതുകൊണ്ട് തന്നെ മൃദു സമീപനം ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ടാകില്ല. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വികാരം എത്രമാത്രം ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ നീട്ടുന്നില്ല. വിജയാനന്ദ് ചെയ്ത തെറ്റെന്താണ്? വിജയാനന്ദാണ് ഈ സിവിൽ സർവീസിൻ്റെ ഉന്നതമായ തലപ്പത്തിരിക്കുന്ന വ്യക്തി. ഏതെങ്കിലും അവിടെയുള്ള സഹപ്രവർത്തകർക്ക്
പരാതികളുണ്ട് എങ്കിൽ ആ പരാതി മുഖ്യമന്ത്രിയെ അറിയിക്കുക എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. ഏകോപനത്തോടെ ഇത് മുന്നോട്ട് പോവുക എന്നതായിരിക്കും അതിൻ്റെ ഉദ്ദേശ്യം. മുഖ്യമന്ത്രിയാകട്ടെ ഇതിനും മീതെ നിൽക്കുന്ന വ്യക്തിയാണ്, എല്ലാവരെയും ഒന്നിപ്പിക്കേണ്ട ആളുമാണ്. അവിടെ ചില ആളുകളെ ഒറ്റതിരിഞ്ഞ് ഇങ്ങനൊരു നീക്കം നടത്തിയതിൽ കുറ്റവാളി നിങ്ങളാണ്, ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് പിന്നിൽ ഇത്തരം ചില അന്വേഷണങ്ങൾ നിങ്ങളൊരാൾ നടത്തി, ഇങ്ങനെയൊക്കെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു നല്ല ഭരണ മികവിൻ്റെ ലക്ഷണമാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട മുരളീധരൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഭരണപരിചയമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നു അദ്ദേഹം. 2 വർഷമേ മന്ത്രിയായിരുന്നിട്ടുള്ളൂ. എനിക്ക് അന്നാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയെ പരിചയമായത്. അദ്ദേഹം വളരെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചു. കേരളത്തെ ഒരാൾക്ക് രക്ഷപ്പെടുത്താനാവാത്ത വിധം വിദ്യുച്ഛക്തി പ്രതിസന്ധിയിൽ നിന്ന് വളരെ കൃത്യമായ ശക്തമായ ഇടപെടലിലൂടെ പ്രവർത്തനത്തിലൂടെ രക്ഷപ്പെടുത്തി. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. വിജയാനന്ദ് നേരത്തെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥരൊരാളാണ്. റൂറൽ ഡെവലപ്മെൻറ്റ്, പഞ്ചായത്ത് രാജ്, ജനകീയാസൂത്രണം, കേരളത്തിൻ്റെ ജനകീയാസൂത്രണം, ഇവിടെയൊക്കെ അതോറിറ്റിയാണ് അദ്ദേഹം. അത് ഇവിടുത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന KC ജോസഫിനാണ് ഈ SM വിജയാനന്ദനെ വേണ്ട. ശത്രുതയായി ജോസഫിൻ്റെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹത്തെ ഡൽഹി. അപ്പോൾ ജയറാം രമേശ് ഉണ്ടല്ലോ, കൈ നീട്ടി സ്വീകരിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട്. അതാണ് SM വിജയാനന്ദ്. പക്ഷേ ഇവിടെ നടക്കുന്നത് നമ്മുടെ അനീഷ് ജേക്കബിൻ്റെ ഇന്നത്തെ മാതൃഭൂമി റിപ്പോർട്ടിലെ എനിക്ക് 1-2 വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്, SM വിജയാനന്ദ് ഈ സംഘത്തിലുണ്ടായിരുന്നില്ല. ഇവരെല്ലാം കയറി ചെന്നപ്പോൾ എന്നാൽ CS വിളിക്കൂ എന്ന് പിണറായി ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ചാണ് 5 മിനിറ്റ് എടുത്തു വിജയാനന്ദ് എത്താൻ. രണ്ടാമത്തെ കാര്യം, നളിനി നെറ്റോ അവിടെ ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി. അപ്പം നെറ്റോയും വിളിക്കാൻ CM ആവശ്യപ്പെട്ടു. നളിനി നെറ്റോയും വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ 3/4 മണിക്കൂറോളം സംസാരിച്ചു. ആ സംഭാഷണം ഇതുപോലെയുള്ള 1-2 പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അങ്ങേയറ്റം സൗഹാർദ്ദപരമായിരുന്നു. മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രകടമായ ഒരു റിയാക്ഷൻ ഒന്നും പ്രകടിപ്പിച്ചെങ്കിലും ഇവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വിജയാനന്ദനുമായ അതിർത്തി പുകയുന്നുണ്ട്. അതിർത്തി അല്ല, അത് വേറൊരു വിഷയമാണ്. പക്ഷേ അത് കഴിഞ്ഞ് പത്രസമ്മേളനം നടന്നപ്പോഴത്തേക്ക് വേറൊരു ടോണിലാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ജനങ്ങളോടും പത്രക്കാരോടും പറയുമ്പോൾ മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിക്കുക, അത് അങ്ങനെ 1-2 ഡയലോഗ് നടന്നിട്ടുണ്ടാവണം. രാജിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അതൊന്നും നമ്മുടെ റെക്കോർഡിലില്ല. ഒരു കാരണവശാലും SM വിജയാനന്ദ് രാജിവെക്കുകയല്ല. അദ്ദേഹത്തിന് ഫെബ്രുവരി അവസാനം മാർച്ച് 17 വരെ കാലാവധിയുണ്ട്. പക്ഷേ നമ്മുടെ ശ്രീജിത്തിൻ്റെ ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ ഒരു വാചകമുണ്ട്. രാജിവെച്ചിട്ടുണ്ട്. അല്ല, അത് ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ SM വിജയാനന്ദ് അങ്ങനത്തെ ആളല്ല. അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം കുറേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. രാജിവെക്കുമെന്ന് യാതൊരു സൂചനയുമില്ല. SM വിജയാനന്ദ് മണിക്ക് യാതൊരു പരിചയമില്ല. അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അദ്ദേഹം സംസാരിച്ചു. ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അവസാനത്തെ ഒരു വാചകമുണ്ട്. IASൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം. എനിക്കൊന്ന് ശ്രീജിത്തിന് കൂടുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ വിഷയം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു സൂചന മാത്രം നൽകിയതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന IASൻ്റെ അകത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ശ്രീജിത്തിൻ്റെ ആ ഒരൊറ്റ വാചകം ഉണ്ട് എന്നാണ്. ശരി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, SM വിജയാനന്ദന് അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം, KM എബ്രഹാമിന് അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം, ഇതിൽ ഈ IAS ഉദ്യോഗസ്ഥർ സ്വകാര്യമായി പങ്കുവയ്ക്കുന്നൊരു വിഷമം മുഖ്യമന്ത്രി തങ്ങളെ ആരെയും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണ്. എന്നാൽ നളിനി നെറ്റോയെ പരിധി കവിഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നളിനി നെറ്റോയും ജേക്കബ് തോമസും പറയുന്ന പ്രകാരത്തിൽ പ്രവർത്തിക്കുകയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഞങ്ങളെല്ലാം സംശയദൃഷ്ടിയോടെ കാണുന്നു, ഞങ്ങൾക്ക് അപ്രാപ്യനായിരിക്കുന്നു. ഒക്ടോബർ മുതൽ ഉന്നയിക്കുന്ന പരാതികൾ രമേശ് ചെന്നിത്തല പറഞ്ഞ വാചകം ഉദ്ധരിക്കുകയാണെങ്കിൽ തലയണയ്ക്കടിയിൽ തന്നെ വെച്ച് ഉറങ്ങുന്നു. ഇതാണോ ഈ അവധിയെടുക്കൽ സമരത്തിലേക്കും പിന്നെ രാജി സൂചനയിലേക്കും ഒക്കെ എത്തിയത്? ഇവിടെ 2 സാഹചര്യങ്ങൾ വെച്ച് നമ്മളൊന്ന് തുലനപ്പെടുത്തിയാൽ മതി. ഒന്ന്, SM വിജയാനന്ദുമായിട്ട്